أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, ശുദ്ധമായ ഇസ്ലാം അത് അള്ളാഹുവിൻ്റെ മതമാണ്. ലോകാന്ത്യം വരെ നിലനിൽക്കേണ്ട മതമാണ് വിശുദ്ധമായ ഇസ്ലാം. ഏത് മനുഷ്യരോടും അത് വളരെ സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ ചേർന്ന് നിൽക്കുകയാണ്. ഏത് വിഭാഗത്തിനും ഏത് പ്രദേശക്കാർക്കും അത് സ്വീകരിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ല, ഒരു നിലക്കുമുള്ള വിഷമങ്ങളുമില്ല. അതാണ് വിശുദ്ധ ഇസ്ലാം. അല്ലാഹു ആ ദീനിൽ നമ്മെ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഇസ്ലാമിന്റെ വിവിധങ്ങളായ ഭരണകൂടങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും പലപ്പോഴും കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ ഭരണകൂടങ്ങളുടെയൊക്കെ മാതൃക ഇസ്ലാമിനെ എതിർക്കുന്നവരോട് പോലും ഏറ്റവും നല്ല നിലയിൽ അനുവർത്തിച്ചതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അല്പസമയം മാത്രമാണ് സംസാരിക്കുന്നത്. ഒന്ന് രണ്ട് ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നിങ്ങളൊക്കെ കേട്ട് കാണും ഖലീഫ ഹാറൂൺ റഷീദിനെ. ബഗ്ദാദിൽ ഭരണം നടത്തിയിരുന്ന രാജാവായിരുന്നു ഹാറൂൺ റഷീദ്. ബഗ്ദാദ് എന്ന് പറയുന്ന വിശ്രുതമായ ആ പട്ടണത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി വിപുലീകരണ പ്രവർത്തനങ്ങൾ, മിനുക്കുപണികൾ, മോടികൂട്ടലുകൾ ഒക്കെ നടക്കുന്നതിന്റെ ഭാഗമായി ടൗൺഷിപ്പിന്റെ വികസനത്തോടൊപ്പം തന്നെ മസ്ജിദുകളും ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുമൊക്കെ വിപുലീകരിക്കുകയും മോടികൂട്ടുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടത്തിൽ ബഗ്ദാദിലെ ഒരു മസ്ജിദിന്റെ വിപുലീകരണത്തിന് വേണ്ടി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് ഭൂമി രാജാവ് വില കൊടുത്തു വാങ്ങുകയുണ്ടായി. അങ്ങനെ മസ്ജിദിന്റെ വിപുലീകരണ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ ശേഷം ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഘട്ടം. ആ സന്ദർഭത്തിൽ ആ വില കൊടുത്തു വാങ്ങിയ അതിന്റെ അവകാശികളായിരുന്ന കുടുംബത്തിലെ ഒരു വൃദ്ധ, ഒരു വയസ്സായ സ്ത്രീ രാജാവിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരു പരാതി ഉന്നയിക്കുകയാണ്. എന്താണ് പരാതി? ഞങ്ങൾക്ക് പിതാക്കളായി പൂർവികമായി ലഭിച്ച ഈ മണ്ണ് അത് ഞങ്ങൾക്ക് തന്നെ വേണം. എല്ലാം കഴിഞ്ഞ് ഉദ്ഘാടന വേളയിലാണ് ഈ ആവശ്യം. ചരിത്രത്തിൽ കാണാം, അങ്ങനെ ഒരു കുടുംബത്തിന്റെ, ഒരു സഹോദരിയുടെ വിഷമം കാരണം അങ്ങനെ ആ വിഷമം സഹിച്ചുകൊണ്ട് ആ മസ്ജിദ് നിലനിൽക്കേണ്ട എന്ന രീതിയിൽ രാജാവ് ആ വൃദ്ധയുടെ ആവശ്യം മാനിച്ചു എന്ന് ചരിത്രത്തിലുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരാം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്ത് കുറെക്കാലം ഭരണം നടത്തിയ മഹാനായ ഗവർണറാണ്. ഹിജ്റ 20-ാം വർഷത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. മഹാനവറുകളുടെ ചരിത്രത്തിൽ ധാരാളം രസകരമായ മാതൃകാപരമായ ചരിത്രങ്ങളുണ്ട്. അതിലൊരു സംഭവം, പല ചരിത്രങ്ങളുമുണ്ട്, ചരിത്രമല്ല ഞാൻ പറയുന്നത്, മഹാനവറുകൾ അവിടെ ഏർപ്പെടുത്തിയ മുസ്ലിം വിരുദ്ധരായ ആളുകൾക്ക് ഏർപ്പെടുത്തിയ നികുതിയിൽ നിന്ന് അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളെ ഒഴിവാക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ജിസിയ, നികുതിയൊക്കെ പഴയ കാലത്തെ വലിയ വരുമാനത്തിന്റെ രീതികളാണ്. ഇന്നും അത് പല രീതിയിൽ പുതിയ പുതിയ പേരുകൾ ഇട്ടുകൊണ്ട് നമ്മയൊക്കെ പലപ്പോഴും സർക്കാരുകൾ ഊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നാം നമ്മുടെ ഈ സൗഹാർദ്ദ കേരളത്തിൽ ഏറ്റവും നല്ല മതസാമുദായിക സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തിൽ അനാവശ്യമായ ദുരാരോപണങ്ങൾ മുസ്ലിം സമുദായത്തിന് നേരെ ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ജിഹാദ് എന്ന് പറയുന്ന ഒരു പദം അത് ഇസ്ലാമിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പലരും മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് നേരെയുള്ള എന്തോ ഒരു വേണ്ടാത്ത ആക്രമണമാണ് ജിഹാദ് എന്നാണ്. അങ്ങനെയേ അല്ല. ജിഹാദിന്റെ വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. ജിഹാദ് ആദ്യം വേണ്ടത് സ്വന്തം ശരീരത്തോടാണ്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വേണ്ടാത്തരങ്ങൾക്കെതിരെ, തിന്മകൾക്കെതിരെയുള്ള ജിഹാദ്, അത് വലിയ ജിഹാദാണ്. ഒരു സ്വഹാബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ജിഹാദിന് വേണ്ടി, ധർമ്മസമരത്തിന് വേണ്ടി, അതാണല്ലോ പ്രസിദ്ധമായ ജിഹാദ് എന്ന പ്രയോഗം അവിടെയാണ്.
ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി എതിരാളികളോടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. സ്വഹാബി ആവശ്യപ്പെടുന്നു, നബിയെ ഞാനും പോരും ജിഹാദിന്, എന്നെയും കൊണ്ടുപോകണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പയും ഉണ്ടോ എന്ന്. സ്വഹാബി പറഞ്ഞു, അതേ, എനിക്ക് ഉമ്മയുണ്ട്, പ്രായമായ ഞാൻ ശുശ്രൂഷിക്കേണ്ട ഉമ്മയുണ്ട് വീട്ടിൽ. എന്നാൽ താങ്കളുടെ ജിഹാദ് ആ ഉമ്മയുടെ കാര്യത്തിലാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ പോരാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിന്റെ ജിഹാദ് എന്നത് ആ ഉമ്മയെ സംരക്ഷിക്കലാണ്. അപ്പോ വെറുതെ നല്ല ഒരു പദത്തെ, അതായത് മനുഷ്യൻ സ്വന്തത്തോട് അതുപോലെ സമൂഹത്തോടും ഒക്കെ അതിന്റെ ഏറ്റവും നല്ല നിലനിൽപ്പിന് വേണ്ടി സഹിക്കേണ്ട ചില ത്യാഗങ്ങളാണ് ജിഹാദ്. അത്രയും പരിശുദ്ധമായ ഒരു വാക്കിനെ ഈ മഹത്തായ സമുദായത്തിനെതിരെ വേണ്ടാത്തരങ്ങൾ പറയാൻ വേണ്ടി പലരും ഉപയോഗിക്കുന്നു. നമ്മളൊക്കെ കേട്ട് കാണും ലവ് ജിഹാദ് എന്നൊരു വാക്ക്. അതൊക്കെ ഇപ്പോൾ തുരുമ്പിച്ചു പോയി. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഇല്ല, വെറുതെ എന്തിനാ അതിന്റെ ബാക്ക് പോകണം. ഇപ്പൊ പുതിയൊരു വാക്ക് നാർക്കോട്ടിക് ജിഹാദാണ്. നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലഹരി വസ്തുക്കൾ, അതിനാണ് ആ ഒരു പ്രയോഗം നടത്താറുള്ളത്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ മറ്റുള്ള സമുദായങ്ങളെയൊക്കെ വശീകരിച്ചെടുത്തുകൊണ്ട് മതം മാറ്റം നടത്താനൊക്കെ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു എന്ന ഒരു ദുരാരോപണം ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മലീമസമായി മുഴങ്ങി നിൽക്കുകയാണ്. നമ്മൾ അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നാനാ തുറകളിലുള്ള ആ ആരോപണം ആരാണോ ഉന്നയിച്ചത് ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതിന് പുറകെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു അന്തരീക്ഷമുണ്ട്. അതെന്താണ്? വലിയ സാമുദായിക സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം. ക്രിസ്ത്യൻ മസ്ജിദിൽ വെച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുകയുണ്ടായി കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം നിങ്ങൾക്കറിയാം. അവിടെ മഗ്‌രിബ് ജമാഅത്ത് നടക്കുകയും മഹാനായ മുനവ്വർ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. ഒരു ക്രിസ്ത്യൻ സഹോദരിയുടെ മൃതദേഹത്തിന്റെ സംസ്കരണ ചടങ്ങുകൾ നടക്കാനുള്ള യാതൊരു വഴിയും അവിടെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ നാട്ടിലെ മദ്രസയിൽ വെച്ചുകൊണ്ട് ക്രിസ്ത്യൻ പുരോഹിതൻ വന്നുകൊണ്ട് ചടങ്ങ് നടത്തിയത് നമ്മുടെ നാട്ടിൽ നടന്നതാണ്. നമ്മുടെ നാടിന്റെ പല ഭാഗത്തും ബഹുമാനരായ മറ്റു മതസ്ഥരായ സഹോദരങ്ങൾ, ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ ദേവാലയങ്ങൾ, നമ്മുടെ മസ്ജിദുകളൊക്കെ തൊട്ടുരുമ്മി ചേർന്ന് നിൽക്കുന്ന വിവിധങ്ങളായ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഏറ്റവും സന്തോഷകരമായ സൗഹൃദമുള്ള ഒരു അന്തരീക്ഷം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കേണ്ട ധാരാളം ദുഷ്പ്രവണതകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നുണ്ട്. ലഹരി ഏറ്റവും അധികം നമ്മുടെ സമൂഹത്തെ വല്ലാതെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കേസാണ്. എത്ര ചെറുപ്പക്കാർ കുട്ടികളാണ് ഇപ്പോൾ ഇതിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം. വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ അതിന്റെ കാരിയേഴ്സ് ആകുന്നു, അതിന്റെ വിൽപ്പനക്കാരാകുന്നു, എന്തെല്ലാം നടക്കുന്നു. കുറച്ചു മുമ്പ് ഒരു പിതാവ് ഈ ഒരു സംഭവത്തിന് വേണ്ടി തന്റെ മകളെ ഉപയോഗപ്പെടുത്തിയത് പെരിന്തൽമണ്ണ നമ്മൾ കണ്ട സംഭവമാണ്. ഞാൻ വാർത്തകളിലേക്കൊന്നും അങ്ങനെ കൂടുതൽ പോവുകയല്ല. പറഞ്ഞു വരുന്നത്, നാം എല്ലാവരും സമുദായം നോക്കാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് നമ്മെ നശിപ്പിക്കുന്ന ഒരു വിപത്തിനെതിരെ നീങ്ങേണ്ട ഘട്ടം. അവിടെയാണ് അനാവശ്യമായ വിവാദങ്ങൾ ചില ആളുകൾ ഉണ്ടാക്കുന്നത്. ജൂതന്മാര്, യഹൂദികൾ എന്ന് പറയുന്നവർ, അവരെ നമുക്ക് അറിയാം. പലപ്പോഴും യാതൊരു തത്വദീക്ഷയുമില്ലാതെ എന്ത് കുടിലതന്ത്രവും പ്രയോഗിച്ച് മുസ്ലിങ്ങൾക്കെതിരെ നീങ്ങുന്നവരാണവർ. എന്നാൽ ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾ, അവരെക്കുറിച്ച് പലപ്പോഴും നല്ല ചരിത്രങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ആ ഒരു വിഭാഗത്തിൽ നിന്നാണ്, ഏതോ ഒരു തലതിരിഞ്ഞ ബിഷപ്പിൽ നിന്നാണ് ഈ വാദം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ, അവരിലെ ഭൂരിഭാഗവും അതിനെ എതിർത്തത് കൊണ്ട് തന്നെ നമുക്ക് അക്കാര്യത്തിൽ വലിയൊരു ആശങ്കയൊന്നുമില്ല. എങ്കിലും ഇസ്ലാം ഈ വിഷയത്തോട് പുലർത്തുന്ന കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ഈ സംസാരം അത് എന്നോടും നിങ്ങൾ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ബന്ധപ്പെട്ടുകൊണ്ടാണ്. ലോക വിഷയങ്ങളോ വലിയ അന്താരാഷ്ട്ര സംസാരിക്കുക എന്നതല്ല, നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അടുത്തിടെ ഈ നമ്മുടെ പ്രദേശത്ത് നിന്ന് നമുക്കൊക്കെ വളരെ അറിയുന്ന കുട്ടികൾ കഞ്ചാവിൻ്റെയും മറ്റുമൊക്കെ പേരിൽ പോലീസ് പിടിയിലായ ശേഷം പുറത്തിറങ്ങിയ ശേഷം വീണ്ടും അടുത്ത് തന്നെ പിടിയിലായത് ഒക്കെ ഇപ്പോൾ ഈ അടുത്തടുത്താണ് ഉണ്ടായത്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിപത്താണ് ലഹരി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശുദ്ധ ഇസ്ലാം ഇതിനോട് വളരെ എതിർത്ത് നിൽക്കുന്ന സമീപനങ്ങളാണ് ഇസ്ലാമിനുള്ളത്. ശുദ്ധ ഖുർആനിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ
فاجتنبوه لعلكم تفلحون. നിശ്ചയമായും ഖംർ എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന്റെ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു തരം സംഭവമാണല്ലോ. കള്ള്, മദ്യം എന്നൊക്കെ അർത്ഥം പറഞ്ഞാലും എന്തൊക്കെ ആ തരത്തിൽ വരുന്നുണ്ടോ അതൊക്കെ അത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും വൽ മൈസിറു, മനുഷ്യനെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന എല്ലാ മനുഷ്യന്റെ അഭിവൃദ്ധിയെയും നശിപ്പിച്ചു കളയുന്ന ചൂതാട്ടങ്ങള്, അതുപോലെ വൽ അൻസാബു വൽ അസ്ലാം, വിഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രശ്നക്കോലുകളുമെല്ലാം ജിസ്മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മാലിന്യങ്ങളാകുന്നേ. അതുകൊണ്ട് ഫജ്തനിബൂ, നിങ്ങൾ അതിനെ വർജിച്ചേക്കണം, അങ്ങോട്ട് പോവുകയേ ചെയ്യരുത്, അതിലേക്ക് അടുക്കുകയേ ചെയ്യരുത്. ലഅല്ലകും തുഫ്ലിഹൂൻ, അതുമൂലം നിങ്ങൾ വിജയികളായേക്കാം. അത്തരം ആ സൂക്ഷ്മതയൊക്കെ പുലർത്തി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വിജയമുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കേരളത്തിന്റെ കൊലപാതകങ്ങളുടെ ഒരു ശരാശരി ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ലഹരി മൂലമാണത്രേ, ലഹരി ഉപയോഗത്തിന്റെ അനുബന്ധമായിട്ടാണ് 83% കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുന്നതെന്നാണ് ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ 73% കവർച്ചയുമായി ബന്ധപ്പെട്ടാണ്. ബലാത്സംഗത്തിന്റെ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് 69%. അങ്ങനെ വിവിധങ്ങളായ കണക്കുകൾ. അവിടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത്, ഈ നാട്ടിലെ കൊലപാതകങ്ങൾക്ക് പോലും മുന്നിൽ നിൽക്കുന്ന ന്യായം, കാരണം എന്നത് ലഹരിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ലോക ചരിത്രത്തിലെ വലിയ നാഗരികതകൾക്ക് പോലും നാശമുണ്ടായതിന്റെ പിറകിലും പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ലഹരി വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻവാസിങ്ങുകൾ, ബ്രെയിൻ വാഷുകളൊക്കെയായിരുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനമായ 21 നാഗരികതകളിൽ 19 നാഗരികതകളും നശിച്ചു പോയതിന്റെ കാരണം ലഹരിയായിരുന്നു എന്ന് പ്രശസ്തനായ ആർണോൾഡ് ടോയിൻബി അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചരിത്രപരമായി പരിശോധിച്ചാലും സമകാലികം പരിശോധിച്ചാലും ഒക്കെ വലിയൊരു വിപത്തായിട്ട് അത് മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ച സന്ദർഭം, 2 ചരിത്രങ്ങൾ, അതിലേക്ക് വരാം. അതുകൊണ്ട് ഇത്തരം സമീപനങ്ങളൊക്കെ ഇവിടെ വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മുടെ ചരിത്രവും സമുദായങ്ങൾ അനുവർത്തിച്ചു വന്ന സാഹോദര്യത്തിന്റെ ചരിത്രവും ഒക്കെ മറന്നുകൊണ്ട് വെറുതെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി സമുദായങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കി ഭിന്നിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ കെണിവലയിൽ വീണുകൊണ്ട് ചരിത്രത്തെയും പാരമ്പര്യത്തെയും സമൂഹത്തിന്റെ സുസ്ഥിതിയെയും ഒക്കെ മറന്നുകൊണ്ട് ഉത്തരവാദപ്പെട്ട പോയിന്റിൽ നിൽക്കുന്ന ആളുകൾ, അത് രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി, മത മേഖലയിലായിരുന്നാലും ശരി, ഏത് മേഖലയിലായിരുന്നാലും ശരി, അവർ നടത്തുന്നത് തീ കൊള്ളിക്കൊണ്ട് തലചൊറിയുന്ന ഏർപ്പാടാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൽ ഇതൊക്കെ വലിയ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒറ്റ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, തൊബറാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഉമ്മുൽ ഖബായിസ്, മാലിന്യങ്ങളുടെ മോശപ്പെട്ട പ്രവണതകളുടെ മാതാവ് എന്നാണ് ലഹരിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, ആരെങ്കിലും ഫമൻ ശരിബഹാ ലം തുഖ്ബൽ സലാത്തുഹു 40 യൗമ, ഒരാൾ എന്തെങ്കിലും ഒരു ലഹരി വസ്തു, ഇവിടെ ലഹരി പാനീയം കുടിക്കുന്നതിനെ കുറിച്ചുള്ള ശൈലിയാണ് ഹദീസിന്റെ ഈ പദപ്രയോഗത്തിലുള്ളതെങ്കിലും ലഹരിയാണ് സൂചിപ്പിക്കുന്നത്. ലഹരി ഉപയോഗം നടത്തിയ ഒരാൾ, അയാളുടെ നിസ്കാരം 40 ദിവസം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിം ലഹരിയുമായി ബന്ധപ്പെടുക? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ദുഷ്പ്രവണതയിലേക്കും മതപ്രചാരണത്തിലേക്കും കടന്നത്? എന്തുമാത്രം വിദണ്ഡമായ, വികലമായ, അർത്ഥശൂന്യമായ വാദങ്ങളാണ് അതൊക്കെ. സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇൻ മാത, ആ ഒരവസ്ഥയിൽ, മദ്യത്തിന്റെ ലഹരിയിൽ, മദ്യത്തിന്റെ ഒരൽപമെങ്കിലും വയറ്റിലുള്ള സ്ഥിതിയിൽ ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ, വഹിയ ഫീ ബത്നിഹി, ആ ഒരവസ്ഥയിൽ അവൻ മരിച്ചു പോയാൽ, മാത മീതതൻ ജാഹിലിയ, ഇസ്ലാമിലെ അല്ലാത്ത വിധത്തിലുള്ള ഒരു ശവമായി അവൻ ചത്തുപോയ ഗതിയിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഒരു സംഭവമായിട്ടുള്ള ഒരു അടുപ്പവും മനുഷ്യന് വരാൻ പാടില്ല. പിന്നെ മനുഷ്യൻ നശിക്കുകയാണ്, മനുഷ്യൻ ഒന്നുമല്ലാതെയായി പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനെയൊക്കെ മറ്റെന്തൊക്കെയോ രീതിയിലേക്ക് കൊണ്ടുവന്ന് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുകയല്ല. മുസ്ലിം ഭരണാധികാരികളുടെ മികച്ച 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ചരിത്രവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, ശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചാരണ കാലഘട്ടം വലിയ പ്രയാസങ്ങളിൽ കൂടി സ്വഹാബ കടന്നു പോവുകയാണ്.
താടനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് വളരെ ത്യാഗം സഹിച്ച് നാട് വിട്ടു പോകുന്നു സഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉപദേശം കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഹബശയിലേക്ക്, അബിസീനിയ, ഇന്ന് എത്യോപ്യ എന്നാണ് ആ നാട് അറിയപ്പെടുന്നത്, അബിസീനിയയിലേക്ക്, ആഫ്രിക്കയിലെ ഒരു പ്രദേശമാണ്, അങ്ങോട്ട് സഹാബ കടന്നു പോവുകയാണ്. 83 പുരുഷന്മാരും 18 സ്ത്രീകളും. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ നേതൃത്വത്തിലുള്ള ആ മഹത്തായ സംഘം, ആ ഹിജറ സംഘം അബ്സീനിയയിലേക്ക് പോകുന്നു. ആരാണ് അവിടെ രക്ഷപ്പെടുത്താനുള്ളത്? മുസ്ലിങ്ങൾക്ക് അവിടെ ഭരണമൊന്നുമില്ല. ക്രിസ്ത്യാനിയായ നജാഷി രാജാവാണ് അന്ന് ഹബശ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ നെഗസ്തസ് എന്ന് കാണാം. മഹാനവറുകളാണ് അന്ന് അവിടെ ഭരണം നടത്തുന്നത്. അവിടെ ചെല്ലുകയും മഹാനവറുകൾ ഈ സംഘത്തിന് അഭയം നൽകുകയും ഒക്കെ ചെയ്ത ചരിത്രം കാണാം. അങ്ങനെ അവർ സ്വസ്ഥമായി സന്തോഷമായി അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. ആ പലായനത്തിന് ശേഷം വീണ്ടും മക്കയിലെ മുശ്രിക്കുകളും മുനാഫിക്കുകളും ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഒടുവിൽ യുദ്ധമാകുന്ന ഏറ്റവും പ്രധാനമായ ബദറിലേക്ക് രംഗം എത്തിച്ചേരുന്നു. ആ ബദർ യുദ്ധത്തിന്റെ സംഘട്ടനത്തിന് ശേഷം ശത്രുക്കൾക്ക് വല്ലാത്ത പരാജയമാണ്, കനത്ത പരാജയമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ധാരാളം നേതാക്കന്മാർ അവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി. ഗൂഢാലോചന വീണ്ടും നടക്കുകയാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. അവരുടെ കൂട്ടത്തിൽ അമർ ഇബ്നുൽ ആസ് ഉണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബൂ റബീഅ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അക്കൂട്ടത്തിലെ അമർ ഇബ്നുൽ ആസിന് നേരത്തെ ഞാൻ പറഞ്ഞ നെഗസ്തസ് രാജാവുമായി ചില കണക്ഷനുകളൊക്കെ ഉണ്ട്. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുകയും ധാരാളം സമ്മാനവുമായി നമുക്ക് 2 പേര് ദൂതന്മാരായി, ഖുറൈശിന്റെ ദൂതന്മാരായി അവിടെ ചെല്ലുകയും അങ്ങനെ ചെന്ന് രാജാവിനെ വശീകരിച്ച് സമ്മാനങ്ങളെല്ലാം നൽകി ആ മുസ്ലിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുവിക്കാൻ, അവിടെ നിന്ന് തിരിച്ചയക്കാൻ, പുറത്താക്കാനുള്ള നീക്കങ്ങൾ നമുക്ക് നടത്തുകയും ചെയ്യാം എന്ന ഗൂഢാലോചന നടക്കുകയും ആ ഗൂഢാലോചനയുടെ ഭാഗമായി അവർ ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 1-ാമത്തെ ദിവസത്തെ സംസാരം, രാജാവുമായി ഇവർ സംസാരിക്കുന്നു. മുസ്ലിങ്ങൾ അന്ന് അവിടെ ആ ചർച്ചയിലേക്ക് പക്ഷം ചേരുന്നില്ല. ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള പല കുറ്റങ്ങളും പറഞ്ഞു കൊടുത്തു. പക്ഷേ രാജാവ് അഭയം നൽകിയ അഭയാർത്ഥികൾ എന്ന നിലയിൽ രാജാവ് തീരുമാനങ്ങളൊന്നും എടുത്തില്ല. നമുക്ക് ആലോചിക്കാം, അവരുമായി സംസാരിക്കട്ടെ, അവരുടെ പക്ഷവും കൂടി കേൾക്കണമെന്ന ഒരു മിതമായ സമീപനമാണ് അദ്ദേഹം എടുത്തത്. അവസാനം മനസ്സിലായ ഈ ഒരു ഗതി മനസ്സിലായ, രാജാവിന്റെ രീതി മനസ്സിലായ അമർ ഇബ്നുൽ ആസ് കുതന്ത്രം പ്രയോഗിക്കുകയാണ്. ആ കുതന്ത്ര പ്രയോഗത്തില് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ അബ്ദുല്ലാഹി ഇബ്നു റബീഅ പോലും കൂടെ നിൽക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു വർഗീയമായ ആരോപണം രാജാവിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കാം. അതിൽ അദ്ദേഹം കൊത്തും. അതിൽ കൊത്തിക്കഴിഞ്ഞാൽ ഈ സംഘത്തെ നമുക്ക് കൂട്ടനെ ഇവിടുന്ന് പുറത്താക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണജനകമായി, വളരെ ഗൗരവതരമായ ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം അത് സ്വീകരിക്കുകയും വേണ്ടത് കൊടുക്കുകയും ചെയ്യും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുതന്ത്രം. ഈ കുതന്ത്രം അദ്ദേഹം പ്രയോഗിക്കുകയാണ്. അയ്യുഹൽ മലിക് ഇന്നഹും യഖൂലൂന ഫീ ഈസ ഇബ്നു മറിയം ഖൗലൻ അദീമ. ഓ രാജാവേ, മഹാരാജാവേ, ഈ വിഭാഗത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയല്ല. ഞങ്ങൾ ഈ പറഞ്ഞത് മാത്രമൊന്നുമല്ല ഇവരുടെ പെശകുകൾ. ധാരാളം ആരോപണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരു ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ഈസയെ കുറിച്ച് ഇവർ കരുതുന്നത്, യേശുവിനെ കുറിച്ച് ഇവർ പറയുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? രാജാവിന് കൊള്ളും, സ്വാഭാവികമാണ്. പക്ഷേ വളരെ ചിന്തനീയമായ തീരുമാനമെടുത്ത, വളരെ സൗമ്യനായ, പക്വമതിയായ ആ രാജാവ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ അത്ര പെട്ടെന്ന് തീരുമാനമെടുക്കുന്നില്ല, അവരോടൊന്ന് അന്വേഷിക്കാൻ നമുക്ക്. അവരിൽ നിന്ന് ആളെ വരുത്തുകയാണ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിലെ വലിയ ഒരു രംഗമാണത്. നിങ്ങൾക്ക് ആ രംഗം പലപ്പോഴും കേൾക്കാനും വായിക്കാനും ഒക്കെ ഭാഗ്യമുണ്ടായിട്ടുണ്ടാകും. വല്ലാത്ത അഭിമാനകരമായ ഒരു മുഹൂർത്തം, സത്യസന്ധമായ സംസാരങ്ങൾ, രാജാവിന്റെ മനസ്സിനെ കയ്യിലെടുത്തുകൊണ്ട് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ സംസാരിച്ചത് ചരിത്രത്തിൽ കാണാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവിടുന്ന് പിന്നെ പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഈസ ഇബ്നു മറിയമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളെ കുറിച്ച് വലിയൊരു ആരോപണമുണ്ട്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഖൂലു ഫീഹി അല്ലദീ ജാഅനാ ബിഹി നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ അബ്ദുല്ലാഹ് വറസൂലുഹു വറൂഹുഹു വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം അൽ അദ്റാ അൽ ബതൂൽ. എന്താണ് രാജാവേ, എന്താണ് ഞങ്ങളെ കുറിച്ചുള്ള ആരോപണം പറഞ്ഞത്? ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വന്തമായി ഞങ്ങളൊന്നും പറയുന്നവരല്ല. അള്ളാഹുവിന്റെ ദൂതനാണ് ഞങ്ങൾക്ക് വഴികാട്ടി. ആ ദൂതനെ അള്ളാഹു എന്താണോ നൽകിയിട്ടുള്ളത് ആ നിർദ്ദേശങ്ങളെ ഞങ്ങൾ പറയൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് മഹാനവറുകളെ കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹം നബിയാണ്, ഈസാ നബി അലൈഹിസ്സലാം നബിയാണ്, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് അള്ളാഹുവിന്റെ അടിമയാണ്, വറസൂലു അവിടുത്തെ ദൂതനാണ്, വറൂഹു
അല്ലാഹുവിന്റെ റൂഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റൂഹുല്ലാഹി ഈസ വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് ലഭിച്ച കലിമത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹിസ്സലാം മഹാനായ ആ പ്രവാചകനെ കുറിച്ച് പഠിപ്പിച്ച രംഗങ്ങളൊക്കെ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ വക്രീകരണമില്ലാത്ത മനസ്സിന്റെ ഉടമ, മതസൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ആ മഹാരാജാവ് കയ്യിൽ ഒരു ചെറിയ കമ്പെടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നയാളും ഞാൻ പറയുന്നയാളും ഞാൻ മനസ്സിലാക്കിയയാളും വേദം പറയുന്നയാളും ഇവയെല്ലാം നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഈസാ നബിയും ഞാൻ മനസ്സിലാക്കുന്ന ഈസാ നബിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലല്ലോ, വളരെ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് കുഴപ്പമുള്ളത്? അദ്ദേഹം നബിയാണെന്ന് നാം വിശ്വസിക്കുന്നു, അദ്ദേഹം റസൂലാണെന്ന് നാം വിശ്വസിക്കുന്നു, നിങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം. ഇവിടെ കെടിയുണ്ടാക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന കുഴപ്പക്കാരനായ അംർ ഇബ്നുൽ ആസിനെ തിരിച്ചയക്കുകയാണ്. നിങ്ങളുടെ നക്കാപ്പിച്ച എനിക്ക് ആവശ്യമില്ല, ധാരാളം സമ്മാനങ്ങളുമായിട്ട് സോപ്പടിക്കാൻ കൊണ്ടുവന്നതാണ്, നിങ്ങൾ സമ്മാനവുമായി പോയിക്കൊള്ളുക. ഒരു സ്വർണത്തിന്റെ മല ലഭിച്ചാൽ പോലും എന്റെ അഭയാർത്ഥികളായ ഇവരെ തിരിച്ചയക്കാൻ, ഇവരിൽ ഒരാൾക്കെങ്കിലും ഒരു പോറലുമേൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ആ മഹാനായ രാജാവ്. ആ രാജാവിനെ കുറിച്ച് പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വാക്ക് പറയുന്നതൊക്കെ ചരിത്രത്തിൽ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞ ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ മാതൃകകളുണ്ട്. ഇന്ന് ഏതെങ്കിലും ഒരു ഇടിക്ക് മുളച്ചു പൊന്തിയ കൂടുകൾ പോലെ പുതിയ പുതിയ ഇസങ്ങളും പുതിയ പുതിയ പദ്ധതികളും പറയുന്നവരല്ല ഈ ലോകത്ത് നിലനിൽക്കുന്ന പ്രധാന മതത്തിന്റെ ആളുകൾ. അവർ പഠിക്കേണ്ടത് അവരുടെ ചരിത്രത്തിൽ നിന്നാണ്, അവരുടെ പ്രവാചകന്മാരിൽ നിന്നാണ്, അവരുടെ താവഴികളിൽ നിന്ന് എന്ത് കിട്ടി എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള മഹിതമായ ചരിത്രങ്ങളാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. വ്യത്യസ്തമായ ക്രൂരതയുടെ മറ്റു ചരിത്രങ്ങളൊക്കെ കാണാം, അതിനെയൊക്കെ നാം മാറ്റിവെക്കുക. ഇത്തരത്തിലുള്ള സാമുദായിക സൗഹാർദ്ദത്തിന്റെ ചരിത്രങ്ങൾ എടുത്തുകൊണ്ട് പ്രത്യേകിച്ചും കേരളമാകുന്ന മറ്റെല്ലാ പ്രദേശങ്ങൾക്കും മാതൃകയായ, പല നിലപാടുകളിലും മാതൃകയായ ഈ പ്രദേശത്ത് അത്തരം കാര്യങ്ങളൊന്നും വിലപ്പോകില്ല. അതുകൊണ്ട് തന്നെ ചരിത്രങ്ങൾ നമ്മെ ഇതാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വെച്ച ഇന്നത്തെ സംസാരത്തിനാകത്തുകയായി എനിക്ക് വീണ്ടും പറയാനുള്ളത്, ലഹരി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ ഗ്രസിക്കല് പല തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും അതിന് അടിമപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനൊക്കെ അഡിക്റ്റായി കഴിഞ്ഞാൽ പല തരത്തിലുള്ള അഡിക്ഷൻസും ഉണ്ട്. അതിലൊരു വല്ലാത്ത അഡിക്ഷനാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. സമയമേറെ വൈകുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിലൊക്കെ ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വന്തം കുടുംബം, പരിസരം, അങ്ങോട്ട് ബന്ധപ്പെടുക. എന്തെങ്കിലും തരത്തിലുള്ള പല തരത്തിലുള്ള ചെറിയ 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 ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയി വലിയതിലേക്ക് പോയി അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അവർക്ക് പിറകിൽ അവരെ പുറത്തിറക്കാൻ ആളുകൾ കൂടിയിട്ട് വീണ്ടും അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്ന ഇന്നലെ ഒരു സംഭവം കണ്ടല്ലോ. നിയമപാലന നാർക്കോട്ടിക്കിന്റെ ആന്റി സെല്ല് പോലും ഇത്തരം സംഗതികൾ പിടിച്ചെടുത്തിട്ട് അത് വഴി മാറ്റി കൊടുക്കുന്ന രംഗത്തെ കാര്യങ്ങൾ പോകുമ്പോൾ ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. ഇതൊക്കെയാണ് സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വളരെ ക്രിയാത്മകമായി കർശനമായി നിൽക്കേണ്ട ഭരണകൂടങ്ങൾ ഇടപെടും. തീർച്ചയായും ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് വായിച്ചു. കർശനമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടും. സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന എഴുത്തുകളോ അതുപോലെ തന്നെ മീഡിയകളിലുള്ള ഇടപെടലുകളോ ഒക്കെ കർശനമായി നിരീക്ഷിക്കും, ഇടപെടുമെന്ന അദ്ദേഹത്തിന്റെ വാക്ക് ഈ നാടിന്റെ ഒരു ഭരണാധികാരി പറയേണ്ട വാക്കാണ്. സന്തോഷം തോന്നുന്നു നമ്മുടെ ഭരണാധികാരികൾക്കൊക്കെ രാജ്യത്തിനോടുകൂടി കൂറു പുലർത്തുന്ന, ഇവിടുത്തെ നാട്ടിലെ സൗഹൃദ അന്തരീക്ഷവും ആരോഗ്യകരമായ അന്തരീക്ഷവും നിലനിൽക്കുന്നതിന് ഉതകുന്ന അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ എടുക്കാനുള്ള ആർജവം അള്ളാഹു നൽകട്ടെ. സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന എല്ലാവരുടെയും കുതന്ത്രങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ മഹത്തായ ദിവസം വെള്ളിയാഴ്ചയാണ്. അഫ്ദലുൽ അയ്യാം. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല അല്ലാഹു റഹ്മാനായ റബ്ബേ നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ സദുദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി തരണം റഹ്മാനെ. പലരും രോഗികളുണ്ട്. വളരെ പ്രിയങ്കരനായ എൻ്റെ ഒരു സഹോദരൻ ഇന്ന് രാവിലെ സുഖമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ പ്രധാനമായ പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കുകയാണ്. അല്ലാഹുവേ നീ ആഫിയത്തുള്ള ആയുസ് നൽകണം റഹ്മാനെ. വളരെ ആജിലായ ശിഫ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നിങ്ങളോട് ബന്ധപ്പെട്ട രോഗങ്ങളുള്ള എല്ലാവർക്കും നീ ആജിലായ ശിഫ നൽകണം അല്ലാഹ്. ആരോഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. ആപത്തുകളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാക്കണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സുന്ദരമായ സന്തോഷകരമായ ആ നല്ല ആഖിബത്ത് റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം അല്ലാഹ്. ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ, ഹജ്ജ് ഉംറ ചെയ്യാൻ ഒക്കെ ഞങ്ങൾക്ക്
തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾ വിവിധ നാടുകളിൽ ജോലി ചെയ്യുന്നവർ, വളരെ പ്രയാസങ്ങളുള്ളവരുണ്ട്, എല്ലാവർക്കും റാഹത്ത് നൽകണം അല്ലാഹ്. ജോലി നഷ്ടപ്പെടാൻ ഇടയുള്ള ഭീഷണികൾ മുന്നിൽ നിൽക്കുന്ന പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ ഖൈറായത് വിധിക്കണം റഹ്മാനെ. വിഷമങ്ങളുള്ളവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ നീക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാം ദീനിന് നീ ഇസ്സത്ത് നൽകണം അല്ലാഹ്. അതിനെതിരെ എന്തെല്ലാം കുതന്ത്രങ്ങൾ വിതക്കുന്ന ആരൊക്കെയുണ്ടോ അതിനെല്ലാം നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. ഈ നാടിനെ സന്തോഷത്തോടെ ഐക്യത്തോടെ നീ നിലനിർത്തണം അല്ലാഹ്. ലോകത്തെല്ലാം നീ മുസ്ലിങ്ങൾക്ക് ഇസ്സത്തും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.